अस्सलाम वालेकुम व रहमतुल्लाहि व बरकातुहू। अऊദु बिल्लाहि मिनश शैतानिर रजीम ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ഞങ്ങളുടെ നോയമ്പൊക്കെ തീർന്നു. ഇന്നെല്ലാവരും പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാരക്കിൻ്റെ ആശംസകൾ. ഫേസ്ബുക്കിൽ എനിക്ക് ഒരുപാട് ഈദ് മുബാരക്ക് വന്നു. അങ്ങനെ എനിക്ക് അയച്ച എല്ലാവർക്കും ഞാൻ തിരിച്ച് വളരെ നന്ദിയുണ്ട്. എന്നെ ഓർത്തതിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്തല്ലോ. നിങ്ങൾക്ക് അതുപോലെ തന്നെ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഹിദയത്തും തരട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് വലിയ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ ഇസ്ലാമിലോട്ട് പുതിയതായിട്ട് വരുന്നവരെ ശരിക്കും നമ്മുടെ ഗസ്റ്റാണ് അവരല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പേരൊക്കെ കുറിച്ച് വെച്ചിട്ട് അവർക്കായിട്ട് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ കുടുംബവും ഫാമിലിയൊക്കെ വിട്ടു വരുമ്പോൾ പിന്നെ അവർ ഒറ്റപ്പെട്ടു. പിന്നെ അവർക്കുള്ളത് നമ്മൾ മുസ്ലിംസാണ്. അപ്പം ഇതുപോലെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പം നമ്മൾ അവരെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. കാരണം അവരെ ആരെ വിളിക്കുക ഇല്ലേ? അതുകൊണ്ട് അവരെ പ്രത്യേകമായിട്ട് അവരുടെ പേര്, കാരണം അവർ പ്രത്യേകിച്ച് നമ്മുടെ ഗസ്റ്റാണ് അല്ലേ. അവർ ജീവിച്ചു വളരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവരുടെ അപ്പനും അമ്മയും എല്ലാം പഠിപ്പിച്ചിട്ടൊന്നുമല്ല, ഒരു സത്യം മനസ്സിലാക്കി അവർ നമ്മൾ വെളിച്ചത്തിലോട്ട് വരുമ്പോൾ ആ ഒരു വർഷം അവർക്ക് ആ ഒരു ലോൺലി ഫീലിംഗ് നമ്മളാരും അവർക്ക് കൊടുക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ ഒരു പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് അവരുടെ പേര് പ്രത്യേകം എഴുതി വെച്ചതിന് ശേഷം അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ വിളിക്കുക. ഇങ്ങനെ പെരുന്നാൾ അപ്പോൾ അവർക്കതൊരു എനിക്ക് സഹോദരങ്ങളുണ്ട് എന്നൊരു കോൺഫിഡൻസ്. അവർ ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് സങ്കടം വരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരും ഇപ്പം ഇസ്ലാമിലോട്ട് വന്നവരാരും ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നമുക്ക് ഇഹലോകത്തിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇഹലോകത്തിൽ നമുക്കൊരു പെരുന്നാളും വേണ്ട ഇല്ലേ. നമുക്ക് പെരുന്നാൾ വെച്ചിരിക്കുന്നത് പരലോകത്താണ്. നമുക്ക് അവിടെയാണ് പെരുന്നാൾ വേണ്ട. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? പിന്നെ എനിക്ക് സങ്കടമായത് എന്താണെന്ന് വെച്ചാൽ, എന്താന്ന് പറയട്ടെ, 30 ദിവസം ഞങ്ങൾ സ്ത്രീകൾ നോയമ്പെടുത്തു. നിങ്ങൾക്ക് ഇഫ്താറൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിശന്ന വയറും കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പുരുഷന്മാർക്ക് ഇഫ്താറൊക്കെ ഉണ്ടാക്കി തന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അല്ലേ. കണക്ക് പറയല്ല കേട്ടോ. പക്ഷേ അറ്റ്ലീസ്റ്റ് അവസാനത്തെ 10 ദിവസമെങ്കിലും ഞങ്ങളെ ആരാധിക്കാൻ നിങ്ങളാരും ഞങ്ങളെ അനുവദിച്ചില്ല. ഇത് എല്ലാ പുരുഷന്മാരും, എല്ലാ ഭർത്താക്കന്മാരും, എല്ലാ ഉസ്താദുമാരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആൻസർ പറയേണ്ടതാണ്. കാരണം സ്ത്രീകൾ ആരാധിക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വലിയവരല്ല എങ്കിലും ആരാധനയുടെ കാര്യത്തിൽ അവർക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആണും പെണ്ണും ഒന്നുമില്ല, അവർ ഈക്വലാണ്. അതുകൊണ്ട് അവർക്ക് ആരാധിക്കാനുള്ള ഒരു മന്ദിരം അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. ഇപ്പോൾ സൗദിയിലും എല്ലാം പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് ആരാധിക്കാനുള്ള സൗകര്യമുണ്ട്, പള്ളിയുണ്ട് അവർക്ക്. ഇവിടെ ഇപ്പം ഈവൻ ലാസ്റ്റ് ടൈം ഐ വാസ് ഇൻ ചെന്നൈ, അവിടെ അണ്ണാനഗറിലെ പള്ളിയിൽ ഞാൻ ലാസ്റ്റ് 10 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുമായിരുന്നു. അപ്പം അവിടെ എന്ന് വെച്ചാൽ പള്ളിയിൽ പുരുഷന്മാർ, തൊട്ടിപ്പുറത്തൊരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫ്ലോറ് കുട്ടികളെയും കൊണ്ട് വരുന്ന അമ്മമാർക്ക്, സെക്കൻഡ് ഫ്ലോറ് സാധാരണ നോർമൽ ലേഡീസ്. അപ്പോൾ അവർക്ക് വന്നിട്ട് എന്ത് രസമാണെന്നറിയോ, ഞങ്ങളിപ്പം മുസ്ലിമാണ്. അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് ആരാധിക്കണം. ഞങ്ങളുടെ വീട് ഒരിക്കലും ഒരു വിശുദ്ധ സ്ഥലമാകുന്നില്ല. ഞങ്ങൾക്കും നിങ്ങളെപ്പോലെ തന്നെ ആരാധിക്കാനുള്ള അനുമതി അള്ളാഹുവിൽ നിന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷമെങ്കിലും, ഇപ്പം കേരളത്തിലാണ് ഇല്ലാത്തത്, ബാക്കി ചെന്നൈയിലുണ്ട്, ദോഹയിലുണ്ട്. അപ്പം ഞങ്ങൾ ആരാധന സ്ഥലത്ത് പോകുന്നത്, പള്ളിയിൽ ഞങ്ങൾ വരുന്നത് ആരാധിക്കാനാണ്. അല്ലെങ്കിൽ ഹിജാബ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ള മതക്കാർ വരുന്ന പോലെ പാതി വയറ് കാണിച്ച് പാതി ഒരു ബ്രസ്റ്റിൻ്റെ ഒരു ഷേപ്പ് പകുതി സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് അത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കോൺസെൻട്രേഷൻ പോകുന്നുള്ള കാര്യം, ഏകാഗ്രത പോകും ഉറപ്പായിട്ടും. കാരണം നമ്മളിങ്ങനെ മുമ്പ് പോയി നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ സൈഡാണല്ലോ ഞാൻ അങ്ങനെ പിന്നെ ഊതിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നവർക്ക് ആ ഒരു ഷേപ്പ് കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെ അഴിച്ചിട്ടിട്ട് താഴത്ത് പഠിക്കുമ്പോൾ ആർക്കും കാണാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ആ സൈഡിലെ വയറും
വയർ. അപ്പോൾ ഈ വയറൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ഏകാഗ്രത നമ്മൾ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും വരാൻ അങ്ങനെയൊന്നും വരാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഷോർട്ട് സ്കേർട്ട് ഇട്ടോ, ഞങ്ങളുടെ കുട്ടികൾ ഷോർട്ട്സ് ഇട്ടോ അരപ്പാവട ഇട്ടോ ഒന്നുമല്ല. ഞങ്ങൾ തലമറിച്ച് ഹിജാബ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ ആരാധന മന്ദിരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വരുന്നത് ആരെയും അട്രാക്റ്റ് ചെയ്യാനോ ഒന്നുമല്ല. ഞങ്ങൾ വരുന്നത് എല്ലാ സർവശക്തനായ അള്ളാഹുവിനെ ഞങ്ങൾക്കും ആരാധിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾക്ക് അടുത്ത വർഷം ഞങ്ങൾക്ക് കേരളത്തിൽ എല്ലാ മുസ്ലിം പള്ളികളിലും ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ആരാധിക്കാനുള്ള അവസരം തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഞാനൊരു കത്തോലിക്ക സ്ത്രീ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയുന്നത്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ നിന്നാണെങ്കിലും അവരെൻ്റെ സഹോദരങ്ങളാണ്. നിങ്ങളെ ഞാനിപ്പോൾ സത്യത്തിൻ്റെ പാതയിൽ വന്നുകൊണ്ട് നിങ്ങളെ ഞാൻ അറിയിച്ചു വന്നു, അതെൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ? അല്ല, കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങൾ സത്യം തിരിച്ചറിയുക, അതിനു വേണ്ടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് കണ്ടാക്കുന്നത് ഹിന്ദു സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ അമ്പലത്തിൽ പോകുന്നത് വളരെ കുളിച്ച് ശുദ്ധിയായിട്ടാണ് അവർ അമ്പലത്തിൽ പോകുന്നത്. എന്നാൽ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോഴോ അതിലെ കൂടെ നടക്കാൻ പറ്റത്തില്ല. അങ്ങ് വല്ലാത്ത സ്മെല്ലും വെള്ളവും തേങ്ങാപ്പൂളും കാലുകുളപ്പിനെ പഴത്തൊലിയും ഇലയും അങ്ങനെ ആകെ വളരെ വൃത്തികേടാണ് അല്ലേ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതെങ്ങനെ നിനക്കറിയാം? ഞാൻ ഇതിനു മുമ്പ് എല്ലാ അമ്പലത്തിലും പോയിക്കൊണ്ടിരുന്ന ആളാണ്. ശയനപ്രദക്ഷിണം വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശയനപ്രദക്ഷിണം ചെയ്ത് സാരി എടുത്താണല്ലോ ചെയ്തത്. അപ്പം നിങ്ങൾക്കറിയാലോ എങ്ങനെ ഉരുളുമ്പം സാരിയൊക്കെ മാറിപ്പോകുന്നു. അത് തന്നെ പലരുടെയും ഏകാഗ്രത പോയിട്ടുണ്ടോ, പല ഭക്തന്മാരുടെയും. അപ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. നമ്മളൊക്കെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തത് ദൈവം. അമ്പലത്തിൽ നിന്ന് ഞാൻ വിട്ടുപോരാൻ കാരണം നമ്മൾ ഒരു കല്ലിനെ സാരി ഉടുഞ്ഞു അവിടെ ഒരിക്കലും ദൈവത്തിൻ്റെ കടാക്ഷം എങ്ങനെയാണ് വരുന്നത്? കാരണം മനുഷ്യ കരങ്ങളാൽ നിർമ്മിതമായ ഒരു പള്ളിയിലോ ഒരമ്പലത്തിലോ യഥാർത്ഥ സർവശക്തനായ അള്ളാഹു ഇല്ല. കാരണം അള്ളാഹു അത്ര ചെറിയൊരു മനുഷ്യനൊന്നുമല്ല. അങ്ങനെ ഒരു പള്ളിക്കകത്ത് കയറ്റിയിരുത്താനോ ഒരു അമ്പലത്തിൽ കയറ്റിയിരുത്താനോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഭയങ്കര തിക്കലാണ്. ആ സാങ്ക്ടോറിയത്തിന് മുമ്പ് പോയി നിൽക്കും. ഭയങ്കര തിക്ക് അവിടെ നിന്ന് ഇവിടുന്ന്. സത്യം ആരാണ് എൻ്റെ ബട്ടക്സിനോട്ട് അടിക്കുക വരച്ച് തിരക്കില്ല. സത്യം അടിക്കുവാണോ ഞുള്ളുവാണോ എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇതെന്തുവാ അത്. അപ്പോൾ പിന്നെ അവിടെ ഞാൻ പാഷ്യാലിറ്റി കണ്ടു. അമ്പലങ്ങളിൽ വലിയൊരു അമ്പലത്തിൽ പോയപ്പോൾ അവിടെ പൊളിറ്റീഷ്യൻസിനൊക്കെ നമ്മളൊക്കെ ക്യൂ നിൽക്കുക. അപ്പോൾ പൊളിറ്റീഷ്യൻസിനൊക്കെ പെട്ടെന്ന് വണ്ടി വന്ന് ഇറങ്ങുക, അവരെ പെട്ടെന്ന് ആനയിച്ച് കൊണ്ടുപോകുക. അപ്പോൾ അള്ളാഹുവിന് എന്തോ പാഷ്യാലിറ്റി. നമ്മൾ പാവപ്പെട്ടവരായ നമ്മളൊക്കെ രാവിലെ തൊട്ട് ക്യൂ നിൽക്കുക. അങ്ങനെയാണ് ഞാൻ അമ്പലത്തിൽ ഇത് ശരിയല്ല, ഇവിടെ യഥാർത്ഥ ദൈവമല്ല ഇവിടെ എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ഉപേക്ഷിച്ചു. പിന്നെ ചർച്ചിൽ വന്നു. ഞാൻ കത്തോലിക്കത്തെയാണ്, എന്നാലും ചർച്ചിൽ വന്നപ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന കുറേ പാഷ്യാലിറ്റിയും എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യരും തല കവർ ചെയ്യുന്നില്ല. തല കവറൊക്കെ ചെയ്താണ് വിശുദ്ധ കുർബാനയും കൂടെ പോയി സ്വീകരിക്കുന്നത്. അല്ലാഹു ഇരിക്കുന്ന സ്ഥലം തീർച്ചയായിട്ടും വളരെ ക്ലീൻ ആയിരിക്കണം അല്ലേ? വെള്ളവും തേങ്ങാപ്പുളും പഴുത്തൊലിയും ഇലയും പൂവും ഒക്കെ അങ്ങനെയുള്ള സ്ഥലത്താണ്. വളരെ വെള്ളമൊക്കെ ഉള്ളിടത്തൊരു സ്ഥലത്താണ് എല്ലാവരും തുണിയൊക്കെ പൊക്കി നടക്കുന്നത്. സെറ്റ് സാരി ആണെങ്കിൽ സെറ്റ് സാരി പൊക്കി വേണം അതിലേക്ക് നടക്കാൻ. ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയോ? ശരിയാണ്. അപ്പോൾ അമ്പലത്തിൽ ക്യാഷ് ഉള്ളവർക്ക് അവിടെ പ്രയോറിറ്റി ഉണ്ട്. അവർക്ക് പ്രത്യേക കൺസിഡറേഷൻ അമ്പലത്തിലുണ്ട്. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ യഥാർത്ഥ ദൈവം, കാരണം ദൈവത്തിന് ആരുടെ മുഖനോട്ടമില്ല. അവർ പൊളിറ്റീഷ്യനാണോ കളക്ടറാണോ മന്ത്രിയാണോ എന്നൊന്നും അള്ളാഹുവിനില്ല. അതുകൊണ്ട് ഞാൻ അമ്പലം ഉപേക്ഷിച്ചു. ഞാൻ കുമ്പസാരിച്ചപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെറുപ്പത്തിൽ ഞാനൊന്ന് കുമ്പസാരിച്ച് എന്താണെന്നറിയോ? ഞാനിങ്ങനെ ഈ പള്ളിയിലിരുന്നുണ്ടല്ലോ, ഈ പ്രസംഗം കേൾക്കുമ്പോഴത്തേക്കും ചില അച്ഛന്മാരിങ്ങനെ അങ്ങ് പ്രസംഗം മൈക്ക് കൂടെ ഭയങ്കര ഒച്ചക്ക് അങ്ങ് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകത്തില്ല. ഞാനിങ്ങനെ ബോറടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ആ പള്ളിയുടെ സൈഡിൽ അന്ന് ഞാൻ 3ാം ക്ലാസ്സിലാണേ. ഇങ്ങനെ പള്ളിയുടെ പുറകിൽ നിന്ന് ഈ പെയിൻറ്റ് പൊളി എൻ്റെ പരിപാടി. പെയിൻറ്റ് അടുത്ത് താഴോട്ടിടുക, ഇതാണ് നമ്മുടെ പരിപാടി. അച്ഛൻ എന്നിട്ട് അനൗൺസ് ചെയ്തു, പലരും ഇങ്ങനെ ഭിത്തിയുടെ ഇതൊക്കെ പൊളിക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു, അയ്യോ ഞാനല്ലേ, എന്നാലും അച്ഛനോട് പറഞ്ഞ് കുമ്പസാരിച്ചേക്കാം. അങ്ങനെ ഞാൻ പോയിട്ട് അച്ഛനോട് പോയി കുമ്പസാരിച്ച, അച്ഛാ പള്ളിയിലെ പെയിൻറ്റ് പൊളിച്ചു. അച്ഛൻ ദേണ്ടേ കുമ്പസാരം കൂടെ അങ്ങ് ഇളകുന്നത് കൊണ്ട് അച്ഛൻ പുറത്തു വന്നു. അപ്പം നീയാണ് ഇവിടുത്തെ പള്ളിയുടെ പെയിൻറ്റെല്ലാം പൊളിക്കുന്നത്. അങ്ങനെ എന്നെ വളരെ പരസ്യമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ എനിക്ക് പേടി, അയ്യോ നീ ഇപ്പോൾ അച്ഛനോട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ വേണ്ടിയിട്ട് എന്ന് നമ്മൾ വഴക്ക് പറഞ്ഞു. അന്ന് തൊട്ടൊരു പേടിയായിരുന്നു. ഈ അച്ഛൻ അന്ന് തൊട്ട് ഡൗട്ട്, ഇങ്ങനെയാണോ
ഒരു കുട്ടിയുടെ തെറ്റ് ചെയ്താൽ പരസ്യമായിട്ട് പറഞ്ഞാൽ പിന്നെ പേടിക്കത്തില്ല. അപ്പോൾ അച്ഛൻ എന്നെ നോട്ട് ചെയ്തിട്ട് എന്നോട് പറയായിരുന്നു, നീ പള്ളി കഴിയുമ്പോൾ എന്നെ ഒന്ന് കാണണം കേട്ടോ മോളെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ചിലർ പറയുമായിരിക്കും മിനുവിൻ്റെ ഭർത്താവ് മുസ്ലിം ആയതുകൊണ്ട് മിനു മുസ്ലിം ആയതാണോ എന്ന്. ഒരിക്കലും അല്ല. കാരണം എൻ്റെ ഭർത്താവ് പറഞ്ഞത് മിനുവിൻ്റെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കടത്താൻ പാടില്ല, അത്രയേ ഉള്ളായിരുന്നു. അതിനിപ്പോൾ എനിക്ക് എന്നെ ഒരിക്കലും പുള്ളി അങ്ങോട്ട് മാറാൻ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ജീസസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴും. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രം അയക്കപ്പെട്ടവനാണെന്ന് അന്ന് എൻ്റെ ഡൗട്ട് തുടങ്ങിയതാണ്. അപ്പം മറ്റുള്ളവരൊക്കെ അയ്യോ അല്ലാഹുവിൻ്റെ സൃഷ്ടികളല്ലേ ലോകത്തിലുള്ള എല്ലാവരും. അപ്പം ഞാൻ അവിടെ തൊട്ടാണ് പിന്നെ ഡൗട്ടായി തുടങ്ങിയത്. ഇസ്ലാമിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നാൽ തീർച്ചയായിട്ടും നല്ല ഏകാഗ്രത ആ ചർച്ചിനകത്ത് കയറി ഉണ്ട്. കാരണം അവിടെ ഒരു സ്റ്റാച്യുവോ ഒരു പ്രതിമയോ ഒന്നിൻ്റെയും വിഗ്രഹം അതിനകത്തില്ല. പക്ഷേ അവിടെയുണ്ട് പ്രശ്നം. അവർ സ്ത്രീകളെ ആരാധിക്കാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഉണ്ട്, പണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം കേരളത്തിലില്ലല്ലോ. കേരളത്തിലെ സ്ത്രീകൾക്ക് അവർക്ക് ആരാധിക്കാൻ എന്താ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എത്ര ചാരിറ്റിയൊക്കെ ചെയ്താലും നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ള സ്ത്രീകൾക്ക് ആരാധിക്കാൻ നിങ്ങൾ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് അല്ലാഹുവിന് സ്വീകാര്യമാകത്തില്ല. അതുകൊണ്ട് എൻ്റെ എളിയൊരു റിക്വസ്റ്റ്, മെട്രോ സിറ്റിയിലെല്ലാം സ്ത്രീകൾക്ക് ആരാധിക്കാനുള്ള ചർച്ചുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയെല്ലാം മുസ്ലിം ചർച്ചുണ്ടോ അതിൻ്റെ മുകളിലോട്ടോ അവർക്ക് പ്രത്യേക കവാടമായിട്ട് പുരുഷന്മാരെ കാണാത്ത രീതിയിൽ എൻ്റർ ചെയ്യാനുള്ള ഒരിതുണ്ടാക്കി അവർക്ക് ആ പള്ളിയുടെ മുകളിൽ തന്നെ ഒരു കെട്ടിടം പണിയാമല്ലോ. മുകളിലൂടെ കെട്ടിടം അത് നിങ്ങളെല്ലാവരുടെ പണിതാൽ അതിൻ്റെ ഇരട്ടി പുണ്യം നിങ്ങൾക്ക് കിട്ടും. കാരണം സ്ത്രീകളെന്ന് വെച്ചാൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം അവരാണല്ലോ നിങ്ങളെല്ലാവരും പ്രസവിക്കുന്നതും 10 മാസം ചുമന്ന് നിങ്ങളെ പ്രസവിച്ച് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ 3 മാസം വരെ നിങ്ങളെ ജീവൻ നിലനിർത്തുന്നത് അവരുടെ മുലപ്പാലിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾ ആരാധിക്കാൻ നിങ്ങൾ ഒരിക്കലും മുടക്കം ഉണ്ടാവില്ല. അവർക്ക് ആരാധിക്കാനുള്ള നിങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇത്ര ചെറിയ പള്ളിയാണെങ്കിലും അതിൻ്റെ മുകളിൽ സ്ത്രീകൾക്ക് കാണും, ഒരിക്കലും പുരുഷന്മാരെ കാണാത്ത രീതിയിൽ. അപ്പോൾ ആ പള്ളിയുടെ മുകളിൽ തന്നെയാണെങ്കിൽ ഇമാം പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾക്കും കേൾക്കാൻ പറ്റും. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഈദ് മുബാരക് ആശംസകൾ. എല്ലാവരെയും അല്ലാഹു സമൃദ്ധമായി അനുഗ്രഹിക്കുകയും എല്ലാവർക്കും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഹിദയത്ത് നൽകട്ടെ. യഥാർത്ഥ വെളിച്ചത്തിലോട്ട് വരാനുള്ള ഹിദയത്ത് എല്ലാ മനുഷ്യർക്കും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.